السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويسألونك ماذا ينفقون قل العفو صدق الله مولانا العظيم. وارض بما قسم الله لك تكن أغنى الناس صدق رسوله الأمين. لك الحمد مولانا على كل نعمتي ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ധൂർത്തിൻ്റെ ഇസ്ലാമിക മാനമാണ് കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിൽ നാം സംസാരിച്ച് തുടങ്ങിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ധനം ദുർവ്യയം ചെയ്യുന്നത്, ധൂർത്തടിച്ച് പാഴാക്കി കളയുന്നത് അല്ലാഹുവിന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണെന്നും ധൂർത്ത് സർവമേഖലകളിലും, അത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നിടത്തായാൽ പോലും, സംഭാവന കൊടുക്കുന്നിടത്തായാൽ പോലും അവിടെയൊക്കെ ധൂർത്തുണ്ടെന്നും അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നും പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ഇവിടെ വിശദീകരിച്ചു, കേട്ട് പഠിച്ചു കഴിഞ്ഞു. അഥവാ സ്വതക്കയിലുള്ള ധൂർത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരാൾ തൻ്റെ ആവശ്യങ്ങൾക്കുള്ളത്, തൻ്റെ ആശ്രിതരായ കുടുംബങ്ങൾക്കുള്ളത് കരുതി വച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം മിച്ചം വരുന്നതിൽ നിന്ന് മാത്രമേ സംഭാവന പോലും നൽകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ സംഭാവന നൽകൽ പോലും ധൂർത്തായി പോകും. പരിശുദ്ധ ഖുർആൻ അത് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബാക്കൾ, അവരിലെ പ്രമുഖരായ 2 സ്വഹാബികൾ, സയ്യിദുനാ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ സഅലബത്ത് റളിയല്ലാഹു അൻഹു, ഈ 2 സ്വഹാബികൾ തിരുസവിധത്തിൽ ചെന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഭാര്യമാരും സന്താനങ്ങളുമുണ്ട്, ഞങ്ങൾക്ക് കുടുംബമുണ്ട്, ആ കുടുംബം ഞങ്ങളെ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതിനു പുറമേ ഞങ്ങളുടെ മുന്നിൽ അടിമകളായ, അവശരായ, പരമദരിദ്രരായ ആളുകൾ ഞങ്ങൾക്ക് മുന്നിലുണ്ട്. അയൽക്കാരായിട്ട്, നാട്ടുകാരായിട്ട്, പരിചയക്കാരായിട്ട്, കുടുംബത്തിനപ്പുറം അവശരായ പാവങ്ങൾ, അടിമകളൊക്കെ ഞങ്ങളെ മുന്നിലുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് ഈ പാവങ്ങൾക്ക് സംഭാവന ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഞങ്ങളുടെ കയ്യിലുള്ള ധനം ഞങ്ങൾ ചിലവഴിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞില്ല. ഹദീസ് കൊണ്ടല്ല വന്നത്, അല്ലാഹുവാണ് അതിന് ഉത്തരം കൊടുത്തത്. സൂറത്തുൽ ബഖറയുടെ 219-ാമത്തെ ആയത്ത്, വയസ്അലൂനക മാദാ യുൻഫിഖൂൻ, അങ്ങയെ സമീപിച്ചുകൊണ്ട് അങ്ങയുടെ അനുചരന്മാര് ചോദിക്കുന്ന ഒരു ചോദ്യം, മാദാ യുൻഫിഖൂൻ, എങ്ങനെയാണ് സംഭാവന കൊടുക്കേണ്ടത്?
എന്താണ് പാവപ്പെട്ടവർക്ക് വേണ്ടി ദാനം ചെയ്യേണ്ടത്? ഖുലിൽ അഫ്വ, നബിയെ അങ്ങ് അവർക്ക് കൊടുക്കേണ്ട മറുപടി അൽ അഫ്വ, അഫ്വ കൊടുക്കുക. അൽ അഫ്വു അൽ ഫളു, അഫ്വ എന്നാൽ അൽ ഫളു, തന്റെയും ആശ്രിതരായ ഫാമിലിയുടെയും ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്നത്, ബാക്കി വരുന്നതിൽ നിന്ന് കൊടുക്കുക എന്ന് അവരെ ഉപദേശിക്കുക നബിയേ. മിച്ചം വരുന്നതിൽ നിന്ന്. സ്വഹീഹ് മുസ്ലിമിൽ കാണാം ഒരു ഹദീസ്. ഒരു സഹാബി അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ദി ദീനാറുൻ, എന്റെ കൈവശം ഒരു ദീനാറുണ്ട് തങ്ങളെ, ഒരു ദീനാറ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അൻഫിഖ്ഹു അലാ നഫ്സിക്, ഒരു ദീനാറ് കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഒത്തിരി ആവശ്യം ഉണ്ടാവുമല്ലോ. നിനക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, നിന്റേതായ ആവശ്യങ്ങള്, വാഹനമൊക്കെ വേണ്ടി വരുമല്ലോ, മനുഷ്യനല്ലേ ജീവിക്കാൻ. അൻഫിഖ്ഹു അലാ നഫ്സിക്, ആ ഒരു സ്വർണ്ണ നാണയം നീ നിന്റെ സ്വന്തം കാര്യത്തിൽ ചിലവാക്കിക്കോ. ഫഖാല റജുലുൻ, അപ്പോൾ ഈ സ്വഹാബി പറഞ്ഞു, ഇന്ദി ആഖറു യാ റസൂലല്ലാഹ്, ഒരു ദീനാറ് മാത്രമല്ല മറ്റൊരു ദീനാറും കൂടെ എന്റെ കയ്യിലുണ്ട്. ഒന്ന് എനിക്ക് ചെലവാക്കാൻ പറഞ്ഞല്ലോ, പിന്നെയുണ്ട് ഒന്ന്. എന്താ ഒന്നാ സംഭാവന താട്ട് റെസീറ്റ് എഴുതി തരാന്നല്ല പറഞ്ഞത്, അതല്ല പറഞ്ഞത്. അൻഫിഖ്ഹു അലാ അഹ്ലിക, മറ്റൊരു ദീനാറ് കൂടെയുണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ അത് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവാക്കിക്കോ. നീ നിക്കാഹ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവന്ന അവളുടെ സംരക്ഷണം നിന്റെ ബാധ്യതയാണ്, കെട്ടിയോളെ കാര്യത്തിൽ ചെലവാക്കിക്കോ. ഫഖാല ഇന്ദി ആഖറു, 2 ദീനാർ മാത്രമല്ല, മൂന്നാമത് വേറെ ഒരു ദീനാറും കൂടി എന്റെ കയ്യിലുണ്ട്. അപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻഫിഖ്ഹു അലാ വലദിക്, മക്കളില്ലേ, മക്കൾക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ, അവിടെ ചെലവാക്കിക്കോ. അപ്പോൾ ആ സ്വഹാബി വീണ്ടും പറയണേ, ഇന്ദി ആഖറു, 4മതൊരു ദീനാറും കൂടി ഉണ്ട്. അപ്പോഴാണ് റസൂലുള്ള പറഞ്ഞത്, അന്ത അബ്സറു, നിന്റെ കയ്യിലുള്ള പണത്തിന്റെ കാര്യത്തിലും നിന്റെ ചിലവുകളുടെ കാര്യത്തിലും നിനക്കാണ് കൂടുതൽ അറിയാം. നാളെ എന്ത് ചെലവുണ്ട്, നാളെ എവിടെ പോകണം, നാളെ എന്ത് മേടിക്കണമെന്ന് മറ്റാരെക്കാളും നിനക്കാണറിയാം. അന്ത അബ്സറു, നിന്റെ സാമ്പത്തിക ശേഷിയും ചിലവിനെ കുറിച്ചൊക്കെ കൂടുതൽ കാഴ്ച അറിവ് നിനക്കുണ്ടാകുക. അതുകൊണ്ട് ചിന്തിച്ചിട്ട് ദാനം ചെയ്യുകയാണെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെച്ചോ. ഇതാണ് ഇസ്ലാം. ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം, മഹാനരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഴുവൻ ധനവും ഇസ്ലാമിന് വേണ്ടി സംഭാവന ചെയ്തു. അത് ഈ ആയത്തിനെതിരല്ലേ, ഈ നബി വചനങ്ങൾക്കെതിരല്ലേ? മാത്രമല്ല മറ്റു ചില സ്വഹാബാക്കൾ, ആ സ്വഹാബിമാർ പട്ടിണി കിടന്ന് ആശ്രിതരായ കുടുംബത്തെ പട്ടിണിക്കിട്ട് ഉറക്കി വീട്ടിൽ കടന്നു വന്ന പട്ടിണി പാവങ്ങളെ ഊട്ടിയ ചരിത്രം, അതിനെ അള്ളാഹു വാഴ്ത്തിയ ഖുർആൻ വചനം, സൂക്തങ്ങൾ, ഇതൊക്കെ നമ്മൾ കേട്ടതാ. സ്വന്തം കാര്യം, വയുഇസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ, ഖുർആനാണത്. സ്വന്തം കാര്യം അവഗണിച്ചിട്ട് മറ്റുള്ളവരെ പരിഗണിച്ചതിനെ വാഴ്ത്തിയ പരിശുദ്ധ ഖുർആൻ ആയത്ത്. ഇതെങ്ങനെ പൊരുത്തപ്പെടുക? ഒരു ഭാഗത്ത് പറഞ്ഞു സ്വന്തവും കുടുംബമൊക്കെ നോക്കിയിട്ട് മിച്ചുണ്ടെങ്കിലേ കൊടുക്കാവൂ, അല്ലെങ്കിൽ അത് തെറ്റാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അങ്ങനെ ദാനം ചെയ്ത അത് ധൂർത്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്നൊരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് അങ്ങനെ ചെയ്തതിനെ വാഴ്ത്തുന്നു. ഇതെങ്ങനെ പൊരുത്തപ്പെടുക? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത് സംഭാവനയിലുള്ള ധൂർത്തല്ലേ? സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിട്ട് സ്വയം പട്ടിണി കിടന്നുറങ്ങിയിട്ട് പാവപ്പെട്ട പട്ടിണി പാവത്തെ ഊട്ടിയത് ധൂർത്തല്ലേ? ഈ അടിസ്ഥാനത്തിൽ അല്ല. നിയമങ്ങൾ ആത്മീയ മണ്ഡലങ്ങളിൽ റേഞ്ച് കൂടിയ ആളുകൾക്ക് സ്പെഷ്യൽ നിയമങ്ങളുണ്ട്. അത് അവർക്ക് നല്ലതാ, അവർക്ക് അനുവദനീയ. മഹാന്മാരായ അമ്പിയാക്കൾ, സിദ്ദീഖുകൾ, അവർക്കത് നല്ലതാണ്. സ്വന്തം കാര്യം മാറ്റിവെച്ചും പാവങ്ങൾക്ക് കൊടുക്കുക അവർക്ക് നല്ലതാണ്, അവർക്ക് അനുവദനീയമാണ്. എനിക്കും നിങ്ങൾക്കത് തെറ്റാണ്, അത് ഇസ്രാഫാണ്, വിലക്കപ്പെട്ട ധൂർത്താണ്. അതെന്താ അങ്ങനെ?
സ്പെഷ്യൽ നിയമങ്ങൾ. ആത്മീയ മണ്ഡലങ്ങളിൽ റേഞ്ച് കൂടിയ ആളുകൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് വിസ്വാലു നോമ്പുണ്ടല്ലോ. വിസ്വാലു നോമ്പ് എന്താ? മഗ്രിബ് വാങ്ക് വിളിച്ചാലും നോമ്പ് തുറക്കാതെ രാത്രി കണ്ടിന്യൂ ചെയ്യുക, പിറ്റേ ദിവസവും വിസ്വാൽ. നമുക്കിത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്ക് രാത്രി നിസ്കാരം തഹജ്ജുദ് വാജിബാണ്, നിർബന്ധമാണ്. നമുക്കോ അത് മുഅക്കദായ സുന്നത്ത് മാത്രം, പുണ്യകർമ്മം മാത്രം. അതുകൊണ്ട് റേഞ്ച് കൂടിയ ആളുകളുടെ തലമാണത്. സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള തലമാണ് ഖുർആൻ. നമുക്കും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഇവിടെ പറഞ്ഞത്. എത്രത്തോളം മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പോലും ഈ മേഖലയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഏത് മുഴുവൻ കൊടുക്കാനുള്ള സംഭാവനയുടെ കൂമ്പാരവുമായി പണക്കിഴിയുമായി പുണ്യ റസൂലിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്ക വെച്ച് സമർപ്പിച്ച് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് ദീനിന് വേണ്ടി എന്റെ സംഭാവനയാണെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ മുത്ത് റസൂൽ തിരിച്ചു ചോദിച്ചു, യാ ഉമർ മാ അബ്ഖൈത ലി അഹ്ലിക, വീട്ടുകാർക്ക് വേണ്ടി എന്താ കരുതി വെച്ചത്? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഈ ചോദ്യം ചോദിച്ചപ്പോ അല്ലാഹു റസൂലു വെള്ളി രൂപയില്ല, വെള്ളിക്കാശില്ലാതെ മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നു, എന്റെ കുടുംബത്തിന് അല്ലാഹു റസൂല് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന് ചോദിച്ചു വെച്ചു. റസൂൽ ചോദിച്ചു, എന്താ വീട്ടുകാർക്ക് വേണ്ടി കരുതി വെച്ചത്? ഫഖാല നിസ്ഫ മാലി, എന്റെ മൊത്തം സമ്പത്തിന്റെ പകുതി ഞാൻ വീട്ടുകാർക്ക് വെച്ചിട്ട് പകുതിയാണ് ഈ കൊണ്ടുവന്നത്. ശരി ഉമറേ, ഇതാണ് ശരി, സ്വീകരിച്ചു വെച്ചു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ റേഞ്ച് വേറൊന്ന്. ഉമർ റളിയല്ലാഹു, നമ്മളൊന്നും പകുതിയും കൊടുക്കാൻ പാടില്ലട്ടോ, നമ്മൾ അവിടെ എത്തിയിട്ടില്ല. മറ്റൊരു സഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻ. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാ ചരിത്രം. സഅദ് എന്നവര് രോഗിയായി കിടപ്പിലാണ്. ഇതെന്റെ മറലുൽ മൗത്താണ്, അവസാനത്തെ കിടപ്പാണ്, രോഗമാണെന്ന് ബോധ്യപ്പെട്ട് കിടന്ന സ്വഹാബി. ആ സ്വഹാബിയെ സന്ദർശിക്കാൻ അല്ലാഹുവിന്റെ റസൂല് സഅദ് എന്നവരുടെ വീട്ടിലേക്ക് വന്നു. കേറി കണ്ടു. വികാര നിർഭരമായ ആ രോഗസന്ദർശനമൊക്കെ ബുഖാരിയിൽ കാണാം. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങിയ സഅദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്കാകെ ഒരു പെൺമകളാണുള്ളത്. ആൺകുട്ടികളില്ല, ഒത്തിരി മക്കളുമില്ല. ആകെ ഒരു പെൺമകളാണ്, ഒരു പെൺകുട്ടിയാണ് എനിക്കുള്ളത്. അവളെ കല്യാണം കഴിച്ചു വിട്ടാല് അവള് സുഖമായിട്ട് ജീവിച്ചോളും. അതുകൊണ്ട് എന്റെ സമ്പത്ത് മുഴുവൻ ഞാൻ പരിശുദ്ധ ദീനിന് വേണ്ടി ഇതാ സംഭാവന ചെയ്യുന്നു റസൂലേ. ആകെ ഒരു മോളുള്ളത്. മോളെ ഒരാ പയ്യന് കൈ പിടിച്ചു കൊടുത്താല് അത് നടന്നു പോയിക്കോളും. എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ ദീനിന് തരികയാണ്, ദാനം തരികയാണ് നബിയെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, സഅദേ, അത് വേണ്ട, മുഴുവൻ ദീനിന് വേണ്ടി താങ്കൾ ധർമ്മം ചെയ്യേണ്ടതില്ല. സഅദ് എന്നവര് പറഞ്ഞു, എങ്കിൽ നിസ്ഫമാലി, മൊത്തം സ്വത്തിന്റെ 50% ഞാൻ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാൻ മരിക്കാൻ പോവാൻ, എനിക്ക് പ്രതീക്ഷയില്ല, അതുകൊണ്ട് പകുതി ഞാൻ തരട്ടെ. മുത്തു റസൂൽ പറഞ്ഞു, ലാ യാ സഅദ്, സഅദേ, പകുതിയും വേണ്ട. സഅദ് എന്നവര് അടുത്ത റിക്വസ്റ്റ്, സുലുസമാലി, എങ്കിൽ എന്റെ മൊത്തം സമ്പത്തിന്റെ ധനത്തിന്റെ 1/3 ഭാഗം തന്നുകൂടെ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സുലുസു കസീർ, അസ്സുലുസു കസീർ. സഅദേ, താങ്കളുടെ സമ്പത്തിന്റെ 1/3 ഭാഗം ദീനിനു വേണ്ടി സംഭാവന തരികയാണെങ്കിൽ അസ്സുലുസു കസീർ, ആ 1/1 എമ്പാടുമാണ്, അത് ധാരാളമാണ്, അത് മാക്സിമമാണ്, അതിന്റെ മേലെ തരാൻ പാടില്ല. അതുകൊണ്ടാണ് മരിക്കാൻ പോണ ആള് വസിയത്താക്കുമ്പോ മൊത്തം സ്വത്തിന്റെ 1/1 പുറത്തേക്ക് വസിയത്താക്കാൻ പാടില്ല. ഇന്നിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടൊരു സ്വഭാവം. നമ്മുടെ ഷുക്കൂർ വക്കീലിന്റെ കല്യാണം വലിയ ചർച്ച ചെയ്തതാണല്ലോ പണ്ഡിത ലോകമൊക്കെ. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഷുക്കൂർ വക്കീല് ഒന്നുകൂടെ വിവാഹം രജിസ്റ്റർ ചെയ്തു. എന്തിന്? അദ്ദേഹത്തിന് പെൺമക്കൾ മാത്രമേ ഉള്ളത്. അങ്ങേരെ ചൂടാറി കഴിഞ്ഞാല് മൊത്തം സ്വത്തിന്റെ 2/3 ഭാഗം ഈ പെൺമക്കൾക്ക് വീതിച്ചു കൊടുക്കും. ബാക്കിയുള്ളൊരു ഭാഗം ഉണ്ടല്ലോ, അത് ബ്രദേഴ്സ് സിസ്റ്റേഴ്സിലേക്ക്, അങ്ങോരെ സഹോദര സഹോദരിമാരിലേക്ക് പോകും. ആ പോക്ക് തടയാൻ വേണ്ടിയിട്ട്
അങ്ങനെ ഉണ്ട്. വെറും പെൺമക്കളാണെങ്കിൽ എന്ത് ചെയ്യും? ജീവിതകാലത്ത് തന്നെ ആ പെൺമക്കൾക്ക് ഒന്നുകിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇമ്മാതിരി. ഇത് ഇസ്ലാമിക ശരീഅത്തിനെ കൊഞ്ഞനം കുത്തലും അവമതിക്കലും ചോദ്യം ചെയ്യലുമാണ്. ഏത് ശുക്കൂറാണെങ്കിലും സുന്ദരനായാലും അത് ഇസ്ലാമിക ശരീഅത്തിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യ രാജ്യത്തൊക്കെ അലൗഡാണ്. നീ ഖുർആനെ തന്നെ ചോദ്യം ചെയ്യുന്ന എക്സ് മുസ്ലിം ആണെങ്കിലും ഇവിടെ അത് നടക്കും. അല്ലൊരു നിയമം പറഞ്ഞതല്ലേ. മറ്റുള്ളവർക്ക് പോകുന്നു. ഇവന്റെ കൂടപ്പുറപ്പ്, ഇവന്റെ ഉമ്മാന്റെ വയറ്റിലുണ്ടായ ഇക്ക, ഇത്ത, അനിയൻ, ചേട്ടൻ, അന്യരാത്രേ. ഇയാള് വടിയായാൽ ആ പെൺമക്കളെ കെട്ടിച്ചു കൊടുക്കുമ്പോ കൈ പിടിച്ച് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആളാ. കൈ പിടിക്കാൻ പള്ളിയിൽ വന്നാൽ മാത്രം പോരാ, അതിന്റെ A to Z ചെലവാരാ കൊടുക്കേണ്ടത്? വലിയാരാ? ഇതവരന്യരാ? അല്ലാഹ് പരിശുദ്ധ ഖുർആനിലൊരു നിയമം പറഞ്ഞാല് അതാണ് നീതി, അതാണ് മുസ്ലിം ചെയ്യേണ്ടത്. അതിനെ മറികടക്കാൻ, അതിനെ കവച്ചു വെക്കാൻ, അതിനെ ചോദ്യം ചെയ്യാൻ നിൽക്കുക എന്നത് എന്ത് കാരണം കൊണ്ടാണ്? എന്റെ സ്വത്ത് അത് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ക്രയവിക്രയം ചെയ്യും. പടച്ചോൻ അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ അള്ള പറഞ്ഞതുപോലെ, അള്ള ഏൽപ്പിച്ചത് അള്ള പറഞ്ഞതുപോലെ ചെയ്താൽ പോരെ. അതിരിക്കട്ടെ, മറ്റൊരു വിഷയം. നമ്മൾ അങ്ങോട്ട് കാട് കയറി പോണ്ട. സഅദ് പറഞ്ഞത് അസ്സുലുസു കസീർ, എമ്പടുൻ, ബാക്കിയുള്ളത് കുടുംബത്തിന്. അതുകൊണ്ട് സ്വതക്കയിൽ പോലും ദൂർത്തുണ്ട്. തീർന്നില്ല, വുളൂ ചെയ്യുന്നിടത്ത്, കുളിക്കുന്നിടത്ത് പോലും ദൂർത്തുണ്ട്. അമിതമായി വെള്ളം ചിലവഴിക്കുന്നത് ദൂർത്താണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. 3 പുഴകളുടെ സംഗമ നാടായ മൂവാറ്റുപുഴയിൽ വെള്ളത്തിനൊരു ക്ഷാമവും ഉണ്ടാകാറില്ല. അതുകൊണ്ട് കുളിക്കുന്നിടത്ത് വുളൂ ചെയ്യുന്നിടത്തൊന്നും അങ്ങനെ ഇപ്പം നോക്കേണ്ട കാര്യമില്ല എന്നാരും പറയരുത്. എന്തുകൊണ്ട്? സഅദ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യുന്നത് റസൂലുള്ള കണ്ടു. ഇച്ചിരി വെള്ളം അമിതമായി ചെലവഴിച്ച് സഅദ് എന്നവര് വുളൂ ചെയ്യുന്നത് കണ്ട് ആ ഭാഗത്തുകൂടെ കടന്നു വന്ന മുത്ത് റസൂല് ചോദിച്ചു, മാ ഹാദ സറഫു യാ സഅദ്, ഇതെന്തൊരു ധൂർത്താണ് സഅദേ. വെള്ളം മുക്കിയപ്പോ ആ പഠിപ്പിച്ചതിനേക്കാൾ എണ്ണം കൂട്ടി അമിതമായി വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യുന്നത് കണ്ടിട്ട് മാ ഹാദ സറഫു യാ സഅദ്, സഅദേ ഇതെന്തൊരു ധൂർത്താണ് സഅദേ. സഅദ് എന്നവർ തിരിച്ചു ചോദിച്ചു, റസൂലേ അഫിൽ വുളൂഇ സറഫുൻ, വുളൂ ചെയ്യുന്നിടത്ത് ധൂർത്തോ? ഇതൊരു ഇബാദത്താണ്, ഇതൊന്ന് വൃത്തിയാക്കാണ്. ഒരു മുക്ക് വെള്ളം, ഒരു കോരി വെള്ളം അധികമായി ഉപയോഗിച്ച് വുളൂ ചെയ്താൽ അത് ധൂർത്താകുമോ റസൂലേ? ഖാല റസൂലുള്ളാഹി നഅം, അതെ അതെ സഅദേ, വുളൂഇലാണെങ്കിലും ദൂർത്തുണ്ട്. വഇൻ കുൻത അലാ നഹ്രിൻ ജാരിൻ, സമൃദ്ധമായി വെള്ളമൊഴുകുന്ന പുഴയുടെ ഓരത്ത് നിന്നാണ് നീ വുളൂ ചെയ്യുന്നതെങ്കിലും പരിധി വിട്ട് നീ മുക്കിയെടുത്താൽ അത് ദൂർത്താണ് സഅദേ. പുഴക്കരയിൽ നിന്ന് വുളൂ എടുക്കുകയാണെങ്കിൽ പോലും ആ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് മുക്കിയെടുത്താൽ അത് ഹറാമായ ദൂർത്താണ്. ലോകത്തെ ഏറ്റവും വലിയ ഭക്തനാരാ? മുഹമ്മദുർ റസൂലുള്ളാഹി. ലോകത്തെ ഏറ്റവും വൃത്തിയിലും ശുദ്ധിയിലും ജീവിച്ച് മാതൃക കാട്ടിത്തന്ന ആളാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് വുളൂ ചെയ്യാനും കുളിക്കാനും എടുത്ത വെള്ളത്തിന്റെ അളവത ബുഖാരിയിലും മുസ്ലിമിലും. അതും പഠിക്കണ്ടേ? അതും പഠിക്കണ്ടേ? അള്ളാന്റെ റസൂല് വെള്ളം വുളൂ ചെയ്യാൻ എത്ര വെള്ളം എടുത്തു, കുളിക്കാൻ എത്ര വെള്ളം എടുത്തു, പഠിക്കണ്ടേ? മഹാന്മാരായ മുഹദ്ദിസുകൾ ഇത് രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് മനസ്സിലാക്കാനാ. 10 വർഷം പുന്നാര നബിക്ക് സേവനം ചെയ്ത് ഖാദിമായി കുളിക്കാനുള്ള വെള്ളം എടുത്തു കൊടുത്ത്, വുളൂഇന് സഹായിച്ച്, വസ്ത്രം എടുത്തു കൊടുത്ത്, ഖാദിമായി പരിചാരകനായി വേലക്കാരനായി നിലനിന്ന പ്രഗൽഭ സ്വഹാബി വര്യൻ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ മുദ്ദി വയഗ്തസിലു ബിസ്സായി. ഒരു മുദ്ദ് വെള്ളം കൊണ്ട് പുന്നാര നബി തങ്ങൾ വുളൂ ചെയ്തിരുന്നു. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ അന്നത്തെ അളവാണ്. ലിറ്റർ കണക്കിൽ 800 മില്ലി ലിറ്റർ. 1 ലിറ്ററിന്റെ ബോട്ടിൽ വെള്ളം മേടിച്ചാൽ എന്തോരം ഉണ്ടാവും? അതിലൊരു 3/4 കുപ്പി വെള്ളം അതുകൊണ്ട് റസൂലുള്ള വുളൂ ചെയ്തിരുന്നു. അത് സുന്നത്ത് വെക്കാതെ ഫർള് അല്ല. 3 തവണ കഴുകിയിട്ട് തന്നെ റസൂലുള്ള പരിപൂർണമായ വുളൂ, ആ 3/4 കുപ്പി വെള്ളം 800 മില്ലി ലിറ്റർ വെള്ളം കൊണ്ട് വുളൂ ചെയ്തിരുന്നു. നമുക്ക് ആ വെള്ളം കാല് കഴുകാൻ തികയോ വുളൂ എടുക്കുമ്പോൾ?
വയഗ്തസിലു ബിസ്സാഅ്, ഒരു സാഴ് വെള്ളം കൊണ്ട് മുത്ത് റസൂൽ കുളിച്ചിരുന്നു. ഒരു സാഴ് എത്ര ലിറ്ററാ? സുമാർ 3.25 ലിറ്റർ വെള്ളം. ഒരു 3 കുപ്പി, ഒരു കാ കുപ്പി, 3.25 ലിറ്റർ വെള്ളം കൊണ്ട് പുണ്യനബി കുളിച്ചിരുന്നു. നമുക്കത് ഫ്രഞ്ച് ബാത്തിന് തികയോ? എന്താ ഫ്രഞ്ച് ബാത്ത്? കുളിക്കാൻ നേരമില്ലെങ്കിൽ നമ്മളൊരു കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഡ്രസ്സ് മാറിയിട്ട്, അതാണ് ഫ്രഞ്ച് ബാത്ത്. വേണമെങ്കിൽ ആ തോർത്തൊന്ന് എടുത്ത് മുക്കിയിട്ടൊന്ന് തടവിയിട്ടുള്ള ഫ്രഞ്ച് ബാത്ത്. ഇതിന് തികയോ ഈ 3.25 കുപ്പി വെള്ളം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉപയോഗിച്ചതാണ്. എന്ന് വെച്ചാൽ ഈ അളവിൽ പരിമിതപ്പെടുത്തണം എന്നല്ല, അതുകൊണ്ട് സാധ്യമാകും. വെള്ളം ഉപയോഗിക്കുന്നിടത്ത് സൂക്ഷിക്കണം എന്നാ മഹാന്മാരായ ഫുഖഹ അതാ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വയുസന്നു തസ്ലീസു കുല്ലിൻ മിൻ മഗ്സൂലിൻ വമംസൂഹിൻ, വുളൂ ചെയ്യുമ്പോൾ സുന്നത്താണ് തസ്ലീസു കുല്ലിൻ മിൻ മഗ്സൂലിൻ വമംസൂഹിൻ, കഴുകപ്പെടുന്ന അവയവങ്ങൾ, തടവുന്ന ഭാഗങ്ങൾ 3 വീതം തവണ കഴുകുകയും തടവുകയും ചെയ്യാം. നിയത്ത് വേണ്ട കേട്ടോ, നിയത്ത് 3 വട്ടമൊന്നും വേണ്ട. കഴുകുന്ന അവയവങ്ങൾ 3 തവണ കഴുകുക, തടവുന്നതും 3 തവണ തടവുക. അത് സുന്നത്താണ്. തൊട്ടുടനെ പറയുന്നു വതുക്റഹു സിയാദതു അലൈഹ, ഈ 3-നേക്കാൾ കൂട്ടൽ കറാഹത്താണ്, സുന്നത്തിന് വിരുദ്ധമാണ്, നല്ലതിനെതിരാണ്. എപ്പോ? സ്വന്തം വീട്ടിലെ ടാപ്പിൽ നിന്ന് ഉദു ചെയ്യുകയാണെങ്കിൽ, സ്വന്തം വീട്ടിലെ കിണറിൽ നിന്ന് ഉദു ചെയ്യുകയാണെങ്കിൽ കറാഹത്താണ്. വഹറാമുൻ ഇദാ കാന മുസബ്ബല, പള്ളിയിലെ ഹൗദിൽ നിന്നോ ടാപ്പിൽ നിന്നോ ഉദു ചെയ്യുമ്പോൾ 3-നേക്കാൾ കൂട്ടൽ ഹറാമാണ്, ശിക്ഷാർഹമാണ്, കുറ്റകരമാണ്, അപരാധമാണ്. പള്ളിയിലെ ഹൗദിൽ നിന്ന് ഉദു ചെയ്യുമ്പോൾ 4 ആക്കുക, കാല് കഴുകുമ്പോ തടവുമ്പോ 4 ആക്കുക, മുഖം കഴുകുമ്പോ 4 ആക്കുക, 5 ആക്കുക. അത് എണ്ണം കൂട്ടുന്നതിനനുസരിച്ച് ഹറാമിന്റെ കാഠിന്യവും കൂടും. പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൃത്യം പറഞ്ഞു തന്നതാ. ഒരു അഅറാബി വന്നിട്ട് ചോദിച്ചു, യാ റസൂലേ, എങ്ങനെയാണ് ഈ വുളൂ ചെയ്യാൻ? വാ സുഹൃത്തെ, ഫഅറാഹുൽ വുളൂഅ, അള്ളാന്റെ റസൂൽ അത് കാണിച്ച് ലൈവായിട്ട് കാട്ടിക്കൊടുത്തു. ഫഅറാഹുൽ വുളൂഅ സലാസൻ സലാസ, ഓരോ അവയവങ്ങളും 3 തവണ കഴുകി 3 തവണ തടവി വുളൂ ചെയ്ത് അതിൽ നിന്ന് വിരമിച്ചപ്പോൾ മുത്ത് റസൂൽ പറഞ്ഞു, മോനെ ഹാക്കദൽ വുളൂ, ഇതാണ് വുളൂ. ഫമൻ സാദ അലൈഹ, ഇതിനേക്കാൾ ഒരാൾ വർദ്ധിപ്പിച്ചാൽ ഫഖദ് അസാഅ വതഅദ്ദ വളലമ, അവൻ തെറ്റ് ചെയ്തു, അവൻ പരിധി വിട്ടു, അവൻ കുറ്റക്കാരനായി അക്രമിയായി മാറി. ഇതാണ് മോനെ വുളൂ. ഇതിനേക്കാൾ ഒരാൾ കൂട്ടാൻ നിന്നാൽ അവൻ കുറ്റവാളിയായി മാറി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചിലർക്ക് എത്ര ഒഴിച്ചാലും ഒഴിച്ചു എന്ന് തോന്നൂല, എത്ര കഴുകിയാലും കഴുകിയെന്ന് തോന്നൂല. ഇങ്ങനെയുള്ള ആളുകൾ നിസ്കരിക്കേണ്ട, വീട്ടിലിരിക്കലാണ് നല്ലത്. അതെന്താ അറിയോ? ഇവർ മാനസിക രോഗികളാണ്. ആ മാനസിക രോഗത്തിൻ്റെ പേരാണ് വസ്വാസ്. അത് മെന്റലാണ് ഒരു നിലക്ക്. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ. മുസ്ലിയാർ അങ്ങനത്തെ ആളുകൾ നിസ്കരിക്കണ്ടെന്ന് 10 പേരാ. മുസ്ലിയാർ ആരാ? ഞാൻ ആരുമല്ല. മഹാനായ ഇബ്നു ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചെന്ന് സങ്കടം പറഞ്ഞു, മഹാനെ, ഞാൻ വുളൂ ചെയ്യുമ്പോൾ അവയവങ്ങൾ കഴുകും, എൻ്റെ മനസ്സ് പറയും നീ കഴുകിയിട്ടില്ല. നിസ്കാരത്തിന് നിന്നാൽ ഞാൻ തക്ബീർ ചൊല്ലും, മനസ്സ് പറയും നീ തക്ബീർ ചൊല്ലിയിട്ടില്ല. ഞാൻ എന്താ ചെയ്യാ? മഹാൻ പറഞ്ഞു, ദഇസ് സ്വലാത്ത ഫഇന്നഹാ ലാ തജിബു അലൈക, ദഇസ് സ്വലാത്ത, നീ നിസ്കാരം ഒഴിവാക്കിക്കോ, വരണ്ട, വീട്ടിലിരുന്നോ. അത് നിനക്ക് നിർബന്ധമല്ല, നിസ്കാരം നിനക്ക് നിർബന്ധമല്ല, അതുകൊണ്ട് നീ നിസ്കാരം ഒഴിവാക്കിക്കോ എന്ന് ഇബ്നു ഉഖൈൽ എന്താ പറ മനുഷ്യനോട്. ഫഖാല ലഹു ഖൗമുൻ, അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു, വ കൈഫ, ഇതെങ്ങനെ നിസ്കാരം നിർബന്ധമല്ല എന്ന് പറയണേ? ആ വസ്വാസം ഒഴിവാക്കാനല്ലേ പറഞ്ഞു കൊടുക്കണ്ടേ? നിസ്കാരം നിർബന്ധമല്ല എന്ന് പറയണേ, കൈഫ, അതെങ്ങനെ? മഹാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നല്ല, ഞാൻ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ റുഫിഅൽ ഖലമു അനിൽ മജ്നൂൻ, ഭ്രാന്തന് ഇസ്ലാമിക നിയമം ബാധകമല്ല എന്ന് അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ കയ്യും കാലും കഴുകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ
ഒരാൾ തക്ബീർ ചൊല്ലിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പേരാണ് മാനസിക രോഗം. വല്ല സൈക്കാട്രിസ്റ്റുമാരെയും കണ്ട് ഗുളിക കഴിച്ചിട്ട് സുഖമായിട്ട് നിസ്കരിച്ചാൽ മതി. ചുരുക്കി പറഞ്ഞാൽ ദാനധർമ്മങ്ങളുടെ മേഖലയിൽ പോലും, ശുദ്ധീകരണത്തിൽ, വുദൂയിലും കുളിയിൽ പോലും ധൂർത്തുണ്ട്. ആ ധൂർത്ത് കുറ്റാണ്. പരിധിവിടൽ, ആരാധനാനുഷ്ഠാനങ്ങളിൽ പോലും പരിധിവിടലുണ്ട്. നിസ്കാരത്തിലുണ്ട് ചില ഇസ്രാഫ്, നോമ്പിലുണ്ട് ധൂർത്ത്. ഖുർആനോത്തിലും ഒരാൾ അതിമങ്ങട്ട് മുഖം കുത്തി വീണിട്ട് വേറെ ഒരു ചിന്തയില്ല, ഒരു ആയാസവുമില്ല, മനസ്സിന്റെ സങ്കോചങ്ങൾ മാറ്റാൻ ഒരു റീഫ്രഷുമില്ല, അതിൽ മുഖം കുത്തി വീണാൽ അയാൾ ഹലാക്കിലായി എന്നാ റസൂലുള്ള പറഞ്ഞത്. അലാ ഹലക്കൽ മുതനത്തിഊൻ, പരിധി ലംഘിക്കുന്നവർ നശിച്ചിരിക്കുന്നു, അവർ നാശത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഇത് സൂക്ഷിക്കണം. നമ്മുടെ മക്കളെ കാര്യത്തിലും പ്രത്യേകിച്ച്. ഇന്നിപ്പോൾ എക്സ് മുസ്ലിങ്ങളായിട്ട് ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടി മുർത്തദ്ദായ കുറേ എണ്ണുണ്ട്. ഇവരൊക്കെ പറയണത് എന്തറിയോ? ഇസ്ലാം എന്നതൊരു പീഡനമാണ്, മദ്രസ ജീവിതകാലം പീഡനകാലമാണ്. വൈകുന്നേരം 4:30 സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ പോണം മദ്രസയിലേക്ക്. മൊല്ലാക്കയുടെ ഭാഗത്ത് നിന്ന് ക്രൂരമർദ്ദനം. വീട്ടിൽ വന്നാൽ മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓതണം, പാടണം, ചൊല്ലണം. ഒരു എൻജോയ്മെന്റും വിനോദവുമില്ലാത്ത കാരാഗ്രഹ ജീവിതമാണ് ഇസ്ലാം. അതന്നേ ബോധ്യപ്പെട്ടതാണ്. അന്നത് പറയാൻ കുടുംബത്തിൽ പറ്റാത്തതുകൊണ്ട് ഇപ്പോഴിതാ പറയുന്നു. ഇതിന് ഇസ്ലാമ ഉത്തരവാദി? അള്ളയാണോ ഉത്തരവാദി? റസൂലാണോ ഉത്തരവാദി? അല്ല, നമ്മുടെ സമീപനം. കുട്ടികളെ 5 മണിന്റെ ശേഷം കളിക്കാൻ വിടണം, വിനോദത്തിന് വിടണം, കുട്ടികളെ മനസ്സ് റീഫ്രഷ് ആക്കണം. ഇമാം ഗസാലി റഹിമഹുല്ലാ പറയുന്നുണ്ട്, അത് സുന്നത്താണ്. ഇത് കളിക്കാൻ വിട്ടിട്ട് രാത്രി 12 മണിക്ക് കയറി വരിക, ബോധമില്ലാതെ വെളിവില്ലാതെ സ്വന്തം പെറ്റ തള്ളനെ വെട്ടിക്കൊല്ലുക. എന്തിനാ വെട്ടിക്കൊന്നത്? ജന്മം തന്നതിന് കൊന്നുന്നാ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പറഞ്ഞത്. എൻ്റെ ഉമ്മ എനിക്ക് കള്ളുടിച്ചാൻ പൈസ തന്നില്ല എന്നല്ല പറഞ്ഞത്, ടൂറ് പോകാൻ പൈസ തന്നില്ല എന്നല്ല പറഞ്ഞത്. എന്നെ ജനിപ്പിച്ചതിനുള്ള കൊടുതിയാ ഞാൻ കൊടുത്തത്. കൊടുവാളെടുത്തെന്റെ തള്ളയുടെ മർമ്മത്തിൽ കൊത്തി ആ തള്ളയെ അമ്മിഞ്ഞ പാലൂട്ടി ഊണുമുറക്കവും മാറ്റിവെച്ച് എന്നെ പോറ്റി താരാട്ടുപാടി ഉറക്കിയ തള്ള, എന്നെ പെറ്റതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തു. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. എന്തേ പ്രശ്നം? ആ കളിക്കാൻ വിട്ടപ്പോ ഓവറായതാ, അതും പറ്റൂല. എന്നാൽ ഇസ്ലാം ഇതാ ഖൈറുൽ ഉമൂരി ഔസത്തുഹ, ഒരു മധ്യനില, ഒരു മിതമായ നില, അതാണ് ദീന് പറയുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ധൂർത്ത് നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. ഒരു രംഗത്തും പരിധി വിടാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ധൂർത്തുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് സംസാരിക്കാം. അള്ളാഹു അവനിഷ്ടപ്പെടാത്ത എല്ലാ ഇടപാടുകളിൽ നിന്നും, ക്രയവിക്രയങ്ങളിൽ നിന്നും, പെരുമാറ്റങ്ങളിൽ നിന്നും, പ്രവർത്തനങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ.